സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ജനാധിപത്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, അല്ലെങ്കിൽ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഇന്ത്യയിൽ പോലും പല തന്തയ്ക്കുണ്ടായ നീതി പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് കൃത്യമായ ഒരു നീതി സ്റ്റാൻഡേർഡ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, കാരണം അവിടുത്തെ മനുഷ്യർ നല്ലവരായിരിക്കും, അവരുടെ സൊസൈറ്റി വ്യത്യാസമായിരിക്കും, സൊസൈറ്റിയുടെ ചിന്താഗതി വ്യത്യാസമായിരിക്കും. എന്നാൽ നമുക്ക് ജനാധിപത്യമാണെന്ന് പറയുന്ന ഈ സൊസൈറ്റിക്കകത്ത് എന്തുതരം മനോഭാവമുള്ള ആൾക്കാരാണ് ജീവിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യപൂർവ്വം സാറേ എനിക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് പോയി ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന, ജനമൈത്രി പോലീസ് സ്റ്റേഷനോ അല്ലാത്ത സ്റ്റേഷനോ എത്ര സ്റ്റേഷൻ നമുക്ക് കേരളത്തിൽ എടുത്തു പറയാൻ പറ്റും? പോലീസ് എന്ന് പറയുമ്പോൾ പേടിയല്ലാതെ ഭയം അല്ലാതെ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ടായിരിക്കും ഇവിടെ? നമ്മൾ കാണുന്നതൊക്കെ പോലീസിന്റെ ഭാഗത്തുള്ള മോശമായ വശങ്ങളാണ്. എന്നാൽ അവർ നല്ല പോലീസ് ഇല്ലെന്നല്ല, നല്ല പോലീസുകാരും നല്ല പോലീസ് ഫോഴ്സും നല്ല പോലീസ് സ്റ്റേഷനുകളുള്ള നാട് തന്നെയാണ് നമുക്കിവിടെ. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് നല്ല പോലീസുകാരും പോലീസ് ഇന്റലിജന്റ് ആയിട്ടുള്ള ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്ന ബോധമുള്ള പോലീസുകാരുമുള്ള സംസ്ഥാനം തന്നെയാണ് നമ്മുടെ ഇത്. ഇനി അത് അങ്ങനെ അല്ലാത്ത അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വളരെ വൃത്തികെട്ട ഏമാമാരായിട്ടിരിക്കുന്ന, അധികാരം കൊണ്ട് ലൈറ്റ് ആയി പോലെ പോലീസുകാരന്മാരും ഈ നാട്ടിലുണ്ട്. അത് ചെറിയ കോൺസ്റ്റബിളും ഏറ്റവും താഴെ തട്ട് മുതൽ ഏറ്റവും ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. വിഷയം ഒരു ദളിത് സ്ത്രീയെ മോഷണക്കുറ്റം ആരോപിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയ കേസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാൻ അവരുടെ പേര് പറഞ്ഞാൽ ദളിത് സ്ത്രീ തന്നെയാണ് പറയുന്നത്. നോക്കൂ, എല്ലാ ജാതിയിലും മതത്തിലും ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ തെറ്റുണ്ടായിപ്പോയി. അവരെ ഇവിടെ അങ്ങനെ ഒരു വിഭജനം നിലവിൽ ഇപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അല്ലെങ്കിൽ ഇപ്പോഴും വിസിബിളി ആ സാധനം ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ അഭിസംബോധന ചെയ്യാതെ കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ ഒരു കൂട്ടം ആൾക്കാരോട്, അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള കറുത്ത തൊലിയുള്ള താഴ്ന്ന ആൾക്കാരായിട്ട് ചിന്തിക്കപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളോട് പൊതുവെ നമുക്കൊരു മനോഭാവമുണ്ട്. അവർ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആരോപണം വന്ന് അവരത് ചെയ്തിട്ടുണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു തരം മനോഭാവം നമുക്കുണ്ട്. അവരല്ലെങ്കിൽ മോശക്കാരാണ്, അവർ അങ്ങനെ ചെയ്യുന്ന ടീമുകളാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം നമുക്ക് എന്തായാലും ഉണ്ട്. അത് ഈ ദളിതർ എന്ന് പറയുന്ന മാത്രമല്ല, ഇപ്പോ പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു കൂട്ടം പാവപ്പെട്ട മുസ്ലിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് താമസിക്കുന്ന ഒരു ഏരിയ ആണെന്ന് കരുതിക്കോ, അവർ മോശക്കാരാണ്, അവരുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ചിന്താഗതി നമ്മുടെ നാട്ടിലെല്ലാ ആൾക്കാർക്കും ഉണ്ട്. എങ്കിൽ അതിൽ സത്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മേ ബി അവർ ഭയങ്കര അവരുടെ ഏരിയക്കകത്ത് അവർ താമസിക്കുമ്പോൾ അവർ കണ്ടു വളർന്ന സാഹചര്യങ്ങളിൽ പോലും അവർ പൊതുവിലുള്ള ബാക്കിയുള്ള മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്നതിനാൽ അവരുടെ സംസാര രീതി, അവരുടെ ജീവിത ശൈലികൾ, അവരുടെ സ്വഭാവം, അവരുടെ രീതിയിലൊക്കെ വളരെ വ്യത്യാസമായിരിക്കും മറ്റുള്ള ആൾക്കാരുമായിട്ട്. അവരിലും മോശം ആൾക്കാരുണ്ട്. എല്ലാവരും നല്ലതല്ല, അവർ പാവങ്ങളായതുകൊണ്ട് അവർക്ക് നമുക്ക് പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ കാസ്റ്റിസത്തിന്റെ ബേസിൽ ഇവർക്കെല്ലാം തട്ടുതട്ടായിട്ട് ഇവർക്കെല്ലാം നമ്മൾ ഒരു പ്രിവിലേജ് ഗവൺമെന്റ് ഭാഗത്ത് മനുഷ്യർ നമുക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അവരെ മുന്നോക്കത്തോട്ട് കൊണ്ടുവരാനും അവരുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ മനുഷ്യർ തന്നെ കൂടി ആലോചിച്ച് ചെയ്ത ഒരു തീരുമാനമാണ് അവർക്ക് കൊടുത്തേക്കുന്ന പ്രിവിലേജ് അല്ല. എല്ലാവരും അങ്ങനെ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും നമുക്ക് ആ കണ്ണിലൂടെ കാണാൻ പറ്റില്ല. ഒരു പോലീസുകാരന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ പോലും എല്ലാവരെയും കുറ്റവാളിയായിട്ട് കാണാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ് അവർക്ക് ഇപ്പോഴും കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അവരുടെ ആ കണ്ണിൽ എല്ലാവരും കുറ്റക്കാരും തെറ്റുകാരുമാണ്. ആര് വന്നാലും അവരെയൊക്കെ മനുഷ്യരായല്ല കാണുന്നത്. തെറ്റുകാരൻ അല്ലെങ്കിൽ കുറ്റക്കാരനാണ് ഒരു പരാതി പറയാൻ പോലും സ്റ്റേഷൻ വരുമ്പോഴേ നല്ലതും ചിന്തിക്കുന്നത്. എനിക്ക് ഒരുപാട് സമയം ഒരുപാട് വട്ടം അധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് വട്ടം മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട്. എന്നാൽ അതേപോലെ നല്ല പോലീസുകാരും ഉണ്ട്.